ഹായ്, ഞാൻ തസ്നിമാസിസ്. തെസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബനാന ലോഫാണ്. ബനാന ലോഫ് എന്ന് പറയുമ്പോൾ നല്ല പഴുത്ത റോബസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ല പഴുത്തതായിരിക്കണം. ഒരു തൊലിയെല്ലാം കുറച്ച് കറുപ്പ് കളർ വന്നു തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ളതായിരിക്കണം. പച്ചയാണെങ്കിൽ ഒരു കയ്പ്രസം വരും. അതുകൊണ്ട് നല്ല പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ബനാന ലോഫ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ബ്രെഡാണോ അല്ലെങ്കിൽ കേക്കാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം നമ്മൾ ബ്രെഡാണെങ്കിൽ നമ്മളിത് മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെയാണ് കേക്കിന് ഉപയോഗിക്കുന്ന പോലെ. പിന്നെ അതുപോലെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു ബണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ടെക്സ്ചറാണ്. എന്തായാലും നല്ലൊരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്യണം. ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈ പഴത്തിനൊക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉള്ള നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയും ചേരുവ വെച്ചിട്ട് എങ്ങനെയാണ് ബനാന ലോഫ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്നത് റോബസ്റ്റയാണ്. റോബസ്റ്റ് 2 റോബസ്റ്റ് നല്ല പഴുത്ത റോബസ്റ്റ് നോക്കിയിട്ട് എടുക്കണം. ഇത് ഈ ചെറുതാക്കി മുറിക്കണം. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പഴം മുറിച്ചത് 2 റോബസ്റ്റ് നല്ല പഴുത്ത റോബസ്റ്റയാണ്. മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൈദ ഒരു 75 ഗ്രാം മൈദയുണ്ട്. ഇത് ഇതിലേക്ക് ഒരു 65 ഗ്രാം 65 ഗ്രാം ഗോതമ്പ് പൗഡർ ആട്ട. ഇനി നമ്മൾ ഇതെല്ലാം ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ്. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ സോഡ ബൈക്കാർ അപ്പക്കാരം ഇതാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഇത് സിനമൺ പൗഡറാണ്. 1/4 ടീസ്പൂൺ ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് ആദ്യം നമ്മൾ അരിപ്പയിലിട്ടിട്ടൊന്ന് അരിക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അരിച്ചെടുക്കണം. അങ്ങനെ ഒരു 3 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിപ്പോൾ നമ്മൾ ഏത് കേക്കൊക്കെ ചെയ്യുമ്പോഴും ബേക്കിംഗ് പൗഡർ ചേർത്ത് മൈദ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഓരോ പ്രാവശ്യം അരിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കണം. അല്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ അരിച്ച് കഴിയുമ്പോൾ അതിൽ ഒരേ സൈഡിൽ മാത്രമാണ് വീഴുക. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലിട്ട് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ പഴം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം 3 മുട്ട, ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 100 ഗ്രാം പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. മുട്ട പഞ്ചസാര എല്ലാം ഉണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ,
പഴം അരച്ച് വെച്ചതുണ്ട്, ഇത് ചേർക്കാം. 2 റോബസ്റ്റയാണ് അരച്ചത്. സമയം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അത് പ്രശ്നമില്ല. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. One teaspoon vanilla essence. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ മിക്സ് മൈദ, ഗോതമ്പ് പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, സിനമൺ പൗഡർ ഇതൊക്കെ ചേർത്താണ്. ഇത് കുറേശ്ശെയായിട്ട് ചേർക്കാം. ചെറിയ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചെറിയ സ്പീഡിൽ വേണം ചെയ്യാൻ. പിന്നെ കുറച്ച് കാഷ്യൂ ചേർക്കാണ്ട് അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഓവൺ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റഡ് ഓവണിൽ വെച്ച് ഒരു 30-35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൺ പ്രീഹീറ്റായി നമുക്ക് ബീപ്പ് സൗണ്ട് വന്നിട്ടുണ്ട്. ഓവണിലേക്ക് വയ്ക്കാം. ബാക്കിയുള്ള കാഷ്യൂ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട്. എന്താ നല്ല സോഫ്റ്റായിട്ടുള്ള ബനാന ലോഫ് തൊടുമ്പോഴേ കണ്ട നല്ല സ്പഞ്ചായിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു പഴത്തിൻ്റെ എല്ലാം നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഞാൻ പുതിയ റെസിപ്പീസ് ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞാൻ ചെയ്ത് കാണിക്കേണ്ട റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഒന്ന് അതിൽ പറയുക. അപ്പോൾ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്ത് കാണിക്കും. താങ്ക് യു.